കോട്ടയത്തെ ഒരു ചെറിയ മ്യൂസിക് സ്കൂൾ. രാവിലെയും വൈകുന്നേരവും സംഗീതത്തിന്റെ സ്വരങ്ങൾ നിറഞ്ഞ ആ ഇടം ചില ഹൃദയങ്ങൾ തമ്മിൽ നിശബ്ദമായി ബന്ധപ്പെടുന്ന സ്ഥലമായിരുന്നു. അവിടെ പിയാനോ പഠിപ്പിച്ചിരുന്നത് നിവിൻ. സംഗീതം മാത്രമാണ് അവന്റെ ലോകം. സംസാരത്തിൽ കുറവ്, സ്വരങ്ങളിലധികം. ഒരു ദിവസം പുതിയൊരു വിദ്യാർത്ഥിനി വന്നു, അനഘ. ചിരിയോടെ സംസാരിക്കുന്ന, പക്ഷെ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി. എനിക്ക് പിയാനോ പഠിക്കണം, അവൾ പറഞ്ഞു. നിവിൻ തലകുനിച്ചു. സംഗീതം പഠിക്കാൻ സഹനം വേണം. അവൾ ചിരിച്ചു. എനിക്ക് സമയം കുറവാണ്, പക്ഷെ ഞാൻ പഠിക്കും. ആ വാക്കുകളിൽ നിവിൻക്ക് എന്തോ അർത്ഥമില്ലാത്ത ഒരു ഭയം നൽകി. ദിവസങ്ങൾ കടന്നു. അനഘ പതിവായി ക്ലാസ്സിലെത്തി. പിഴച്ച നോട്ടുകൾ, ചിരിയോടെ തിരുത്തൽ. അവൾ ധീരെ ധീരെ സംഗീതത്തിൽ മുങ്ങി. നിനക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടോ? നിവിൻ ചോദിച്ചു. ഉണ്ട്, പക്ഷെ ഞാനത് പൂർണ്ണമായി ഒരിക്കലും കേട്ടിട്ടില്ല. എന്തിന്? ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കരയും. നിവിൻ ഒന്നും ചോദിച്ചില്ല. ഒരു ദിവസം അവൾ ഒരു പാട്ട് പ്ലേ ചെയ്തു. നിവിൻ അത് പിയാനോയിൽ വായിച്ചു. ആ സ്വരങ്ങൾക്കിടയിൽ അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് എന്റെ ജീവിതം പോലെയാണ്. ആ ദിവസം അവർ തമ്മിൽ കൂടുതൽ അടുത്തു. പക്ഷെ ഒരു സത്യം നിവിൻ അറിയാത്തതായിരുന്നു. ഒരു ദിവസം അനഘ ക്ലാസ്സിൽ വന്നില്ല. അടുത്ത ദിവസവും. നിവിൻ ആശങ്കപ്പെട്ടു. അവളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു സത്യം. അവൾക്ക് ഗുരുതരമായ രോഗം. നിവിൻ മിണ്ടാതെ നിന്നു. അവൾ അവനെ കണ്ടപ്പോൾ ചിരിച്ചു. നിനക്ക് പറഞ്ഞില്ല, കാരണം ഞാൻ സാധാരണയായി ജീവിക്കണമെന്നുണ്ടായിരുന്നു. നിവിന്റെ കണ്ണുകളിൽ കണ്ണീർ. നിനക്ക് സമയം കുറവാണെന്ന് പറഞ്ഞത് അതാണോ? അവൾ തലകുനിച്ചു. എനിക്കൊരാഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. പറയൂ. ആ പാട്ട് നീ എനിക്ക് വേണ്ടി പൂർണ്ണമായി വായിക്കണം, അവസാനമായി. അടുത്ത ദിവസം നിവിൻ പിയാനോയുടെ മുന്നിലിരുന്നു. അനഘ അവന്റെ അടുത്ത്. അവൻ പാട്ട് വായിക്കാൻ തുടങ്ങി. ഓരോ നോട്ടും, ഓരോ സ്വരവും ഒരു പ്രണയത്തിന്റെ കഥയായി. അവൾ കണ്ണടച്ചു കേട്ടു, ഒരു പുഞ്ചിരിയോടെ. പാട്ട് അവസാനിച്ചു. അവൾ പതുക്കെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പൂർണ്ണമായി കേട്ടു. അതവളുടെ അവസാന വാക്കുകൾ. നിവിൻ നിശബ്ദമായിരുന്നു. വർഷങ്ങൾ കടന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. തിരക്കേറിയ പ്ലാറ്റ്ഫോമുകൾ, പോകുന്ന ട്രെയിനുകൾ, വരും ആളുകൾ. പക്ഷേ ആ തിരക്കിനിടയിൽ ഓരോ ദിവസവും ഒരേ ബെഞ്ചിലിരുന്ന് ഒരാൾ കാത്തിരിക്കും. വിഷ്ണു. അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നുവെങ്കിലും അവന്റെ സമയം ഒരിടത്ത് നിർത്തപ്പെട്ടിരുന്നു. ആ സ്റ്റേഷനിൽ. ആ ഓർമ്മയുടെ പേര് അനുശ്രീ. അവരെ ആദ്യമായി കണ്ടത് ഇതേ സ്റ്റേഷനിൽ. ഒരു ട്രെയിൻ വൈകിയപ്പോൾ അവൾ അവന്റെ അടുത്തു വന്നിരുന്നു. ട്രെയിൻ എപ്പോഴാണ് വരിക? അവൾ ചോദിച്ചു. വിഷ്ണു ചിരിച്ചു. ഇവിടെ സമയം ആരും അറിയില്ല. പക്ഷെ ചിലപ്പോൾ കാത്തിരിപ്പ് തന്നെ ഒരു കഥയാകും. അവൾ ചിരിച്ചു. അപ്പോൾ നമുക്കൊരു കഥ തുടങ്ങാമോ? ആ ദിവസം തുടങ്ങി അവരുടെ കഥ. ദിവസങ്ങൾ കടന്നു. അവർ പതിവായി കണ്ടുമുട്ടി. ചെറിയ ചായ, നീണ്ട സംഭാഷണങ്ങൾ. സ്റ്റേഷൻ അവരുടെ ലോകമായി. ഒരു ദിവസം അനുശ്രീ പറഞ്ഞു, എനിക്ക് ഡൽഹിയിലേക്ക് പോകണം, ഒരു ജോലി. വിഷ്ണുവിന്റെ ഹൃദയം നിശബ്ദമായി. അപ്പോൾ നമ്മൾ? അവൾ അവന്റെ കൈ പിടിച്ചു. നമുക്ക് അവസാന സ്റ്റേഷൻ ഇതല്ല. ഞാൻ തിരികെ വരും. അവൾ പോയി. ആ ദിവസം മുതൽ വിഷ്ണു ഓരോ വൈകുന്നേരവും സ്റ്റേഷനിലെത്തി. അവൾ പറഞ്ഞതുപോലെ, ഞാൻ വരും. ദിവസങ്ങൾ മാസങ്ങളായി. മാസങ്ങൾ വർഷങ്ങളായി. എല്ലാവരും പറഞ്ഞു, അവൾ ഇനി വരില്ല. പക്ഷെ വിഷ്ണു വിശ്വസിച്ചു. ഒരു മഴയുള്ള സന്ധ്യ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്കെത്തി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി. വിഷ്ണുവിന്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു. അവൾ, അനുശ്രീ. അവൾ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. നീ ഇപ്പോഴും കാത്തിരിക്കുകയാണോ? വിഷ്ണു ചിരിച്ചു, കണ്ണു നിറച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അവസാന സ്റ്റേഷൻ അല്ല.
അവൾ അവനെ ചേർന്നു. ഞാൻ വൈകി, പക്ഷെ ഞാൻ വന്നു. മഴ പെയ്തുകൊണ്ടിരുന്നു. ട്രെയിൻ വീണ്ടും പുറപ്പെട്ടു. പക്ഷെ ഈ തവണ ആരും പോകുന്നില്ല. ചില പ്രണയങ്ങൾ കാത്തിരിപ്പിൽ തളരും. പക്ഷെ യഥാർത്ഥ പ്രണയം കാത്തിരിപ്പിന്റെ അവസാന സ്റ്റേഷനിലെത്തും. ഹാർട്ട്.